Good morning to all. Page number 8. സോ നമ്മൾ ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ്, ക്യാഷ് ബുക്കും റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റാണ്. അതായത് എങ്ങനെയാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. നോക്കിക്കേ, പേജ് നമ്പർ 8. The format of receipt and payment account is given below. അതായത് ഈ താഴെ തന്നിരിക്കുന്നതാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റ്. സോ ഫസ്റ്റ് എന്താണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡിങ്. ക്വസ്റ്റ്യനിൽ ഏത് വർഷമാണോ തന്നിരിക്കുന്നത് ആ ഇയർ എഴുതുക. ഇപ്പം 2018-19 തന്നിരിക്കുന്നെങ്കിൽ 2018 തന്നിരിക്കുന്നെങ്കിൽ 31st March 2018. ഇനി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന അനുസരിച്ച് നമുക്കിവിടെ എന്താണ് ഇയർ എഴുതണം. സോ ഫസ്റ്റ് ഹെഡിങ് കൊടുക്കുക. അതിനുശേഷം 4 കോളംസ് ആണ് വരുന്നത്. 2 പർട്ടിക്കുലേഴ്സ് കോളം, 2 എമൗണ്ട് കോളം. സോ നമുക്കറിയാം അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ് അല്ലേ. നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്താണെന്ന് പഠിച്ച സമയത്ത് പഠിച്ചായിരുന്നു. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ റെസീപ്റ്റ്സ് എല്ലാം എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്, ഡെബിറ്റ് ചെയ്യണം അല്ലേ. അപ്പം ഡെബിറ്റ് സൈഡ് ഇതാണ് അക്കൗണ്ടിൻ്റെ. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ റെസീപ്റ്റ്സ് എല്ലാം എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് സൈഡിലേക്ക് വരുമ്പം അവിടെ എഴുതേണ്ട കാര്യം എന്താണ്, പേയ്മെൻറ്റുകളെല്ലാം ഇവിടെ എഴുതണം, ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. സോ ഫസ്റ്റ് പർട്ടിക്കുലർ കോളം ഡെബിറ്റ് സൈഡിലെ റെസീപ്റ്റ് എന്ന് എഴുതുക, ക്രെഡിറ്റ് സൈഡിലെ പർട്ടിക്കുലർ കോളത്തിന് മുകളിൽ പേയ്മെൻറ്റ് എന്ന് എഴുതുക, 2 കോളത്തിലും എമൗണ്ട് റുപ്പീസ് എന്ന് കാണിക്കുക. ദെൻ റെസിപ്റ്റ് സൈഡ് ഓപ്പൺ ചെയ്യുന്നത് അല്ലെങ്കിൽ തുടങ്ങുന്നത് ക്യാഷും ബാങ്ക് ബാലൻസും. അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും ബാലൻസ് BD. അതായത് ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ക്യാഷും ഓപ്പണിംഗ് ബാങ്കും തന്നിട്ടുണ്ടെങ്കിൽ ആ ഫിഗർ വെച്ചാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതായത് ക്യാഷ് 1/4/2014 അല്ലെങ്കിൽ 1st April ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസും ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. ആ ഓപ്പണിംഗ് ക്യാഷും ഓപ്പണിംഗ് ബാങ്ക് ബാലൻസും ഫസ്റ്റ് എഴുതുക, ഇന്നർ കോളത്തിൽ എഴുതുക. എന്നിട്ട് ക്യാഷ് ബാലൻസും ബാങ്കും കൂടെ ആഡ് ചെയ്ത് ഔട്ടർ കോളത്തിലേക്ക് മാറ്റുക. ഇനി എന്താണ് റവന്യൂ റെസീപ്റ്റ്സ്. റവന്യൂ റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, റെഗുലറായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻകം. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ. എന്താണ് സബ്സ്ക്രിപ്ഷൻ എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഡൗട്ടുള്ളവർ വീഡിയോ കാണുക. സബ്സ്ക്രിപ്ഷൻ പ്രീവിയസ് ഇയറിലെ ആവാം, കറണ്ട് ഇയറിലെ ആവാം, നെക്സ്റ്റ് ഇയറിലെ ആവാം. ഇനി 3 വർഷത്തെയും ഉണ്ടെങ്കിൽ 3 ഔട്ടർ കോളത്തിൽ എഴുതുക. ദെൻ ടോട്ടൽ ചെയ്ത് ഔട്ടർ കോളത്തിലേക്ക് എഴുതുക. ഇനി 1 വർഷത്തെ മാത്രമേ തന്നിട്ടുള്ളെങ്കിൽ എന്താണ്, നമുക്ക് നേരെ ഔട്ടർ കോളത്തിലേക്ക് എഴുതാം. സബ്സ്ക്രിപ്ഷൻ മറന്നുപോയവർക്ക് വേണ്ടി പറയുന്നു, ഇത്രയേ ഉള്ളൂ. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ കുറച്ച് പൈസ നമ്മൾ എന്താണ് ആ ഓർഗനൈസേഷനിൽ കൊടുക്കണം. ആ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി കൊടുക്കുന്ന പൈസയാണ് ഇതെന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ജനറൽ ഡൊണേഷനാണ്. അതായത് റിപ്പീറ്റീവായിട്ട് അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഓരോ മാസം കൂടുമ്പോൾ എന്താണ് ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് ഡൊണേഷൻസ് ഒക്കെ കിട്ടും. അപ്പം അങ്ങനെയുള്ള ജനറൽ ഡൊണേഷൻ എന്ന് പറഞ്ഞ ക്വസ്റ്റനിൽ കാണുകയാണെങ്കിൽ അത് റെസിപ്റ്റ് സൈഡിൽ എഴുതണം. ദെൻ ലോക്കർ റെൻറ്റ്, ക്ലോക്ക് റൂം റെൻറ്റ്, ഹോൾ റെൻറ്റ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്. ഇത് ശ്രദ്ധിക്കണം, ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറയുവാണെങ്കിൽ റെസീപ്റ്റ് സൈഡിലും, പേയ്മെൻറ്റ് എന്ന് കാണിക്കുവാണെങ്കിൽ പേയ്മെൻറ്റ് സൈഡിലും എഴുതണം. അപ്പം നമുക്ക് നോർമലി ക്വസ്റ്റ്യൻ വായിക്കുമ്പം അല്ലെങ്കിൽ ഒരു ഐറ്റം കാണുമ്പം ഇത് റെസീപ്റ്റ് ആണോ പേയ്മെൻറ്റ് ആണോ എന്ന് മനസ്സിലായാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ്. ദെൻ ഇൻകം ഫ്രം ലെക്ചർ, എൻട്രൻസ് ഫീ എടുക്കുമ്പം ശ്രദ്ധിക്കണം ക്യാപിറ്റലൈസ്ഡ് അല്ലാത്ത പോർഷൻ, അതായത് നോട്ട് ക്യാപിറ്റലൈസ്ഡ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ 10,000 രൂപ എൻട്രൻസ് ഫീസ് ഉണ്ട്, അതിൽ 6,000 ക്യാപിറ്റലൈസ്ഡ് എന്ന് പറഞ്ഞാൽ 6,000 എന്താണ് ക്യാപിറ്റലൈസ്ഡ് പോർഷനാണ്. അതെന്താണ് ക്യാപിറ്റലൈസ്ഡ് അല്ലാത്തതാണ് റവന്യൂവിനകത്ത് വരുന്നത്. ദെൻ റവന്യൂ നേച്ചർ ഉള്ളത് ഇവിടെ. പക്ഷേ നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ അണ്ടറിൽ എഴുതുമ്പോൾ ഇവിടെ എന്താണ് ക്യാപിറ്റൽ റവന്യൂ എന്നും റെസീപ്റ്റ് എന്നും റവന്യൂ റെസീപ്റ്റ് എന്നും
രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്ക് എന്താണ് റവന്യൂ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ചെയ്യുമ്പം നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ബോധർ ചെയ്യേണ്ട. ഇത് ഇവർ രണ്ട് ഹെഡിങ്ങിൽ കൊടുത്തത് കൊണ്ടാണ് എൻട്രൻസ് ഫീ എന്തായാലും നമുക്കത് ക്യാപിറ്റലൈസ്ഡ് ആയാലും റവന്യൂ ആയാലും, ഇത് തൊട്ട് താഴേക്ക് വരുമ്പം പറയുന്നുണ്ട്, കണ്ടോ ഇവിടെ പറയുന്നുണ്ട് എൻട്രൻസ് ഫീ ക്യാപിറ്റലൈസ്ഡ് പോർഷൻ, അതായത് ക്യാപിറ്റലൈസ്ഡ് പോർഷനും റവന്യൂ ആയിട്ടുള്ളത് ക്യാപിറ്റൽ നേച്ചർ ആണെങ്കിലും റവന്യൂ നേച്ചർ ആണെങ്കിലും രണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ എഴുതാൻ പറ്റും. ഇവിടെ പിന്നെ നോട്ട് ക്യാപിറ്റലൈസ്ഡ് എന്ന് കാണിക്കാൻ കാരണം ഇത് റവന്യൂ എന്നും ക്യാപിറ്റൽ എന്നും രണ്ട് ഹെഡിങ്ങിൽ കൊടുത്തത് കൊണ്ടാണ്. അപ്പം അങ്ങനെ രണ്ട് ഹെഡിങ്ങിലല്ല കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് നമുക്ക് എന്താണ് റവന്യൂ എൻട്രൻസ് ഫീ എന്ന് പറഞ്ഞ് കാണിക്കാം. കാരണം റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നമുക്ക് റവന്യൂ നേച്ചറൊന്നോ ക്യാപിറ്റൽ നേച്ചറോ ഒന്നുമില്ല. റിസീവ് ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ദെൻ ഗ്രാൻസ്, ജനറൽ പർപ്പസ്, മിസലേനിയസ് റെസിപ്റ്റ്, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ, പീരിയോഡിക്കൽസ്, സെയിൽ ഓഫ് റിഫ്രഷ്മെൻറ്റ്, പ്രൊസീഡ്സ് ഫ്രം എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ ഫോർമാറ്റ് എഴുതുമ്പോൾ നോട്ട് ക്യാപിറ്റലൈസ്ഡ് എന്ന് പറഞ്ഞ് റവന്യൂ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതണം. അല്ലാതെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പം ഇത് പ്രശ്നം വരുന്നില്ല. എൻട്രൻസ് ഫീ എന്ന് പറഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ട് എഴുതാം. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ദെൻ ഇനി വരുമ്പം ക്യാപിറ്റൽ റെസിപ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. എൻഡോമെൻറ്റ് ഫണ്ട് റെസിപ്റ്റ്സ്, ലെജസീസ്, എൻട്രൻസ് ഫീ, ലൈഫ് മെമ്പർഷിപ്പ് ഫീ, റെസിപ്റ്റ് ഓൺ അക്കൗണ്ട് ഓഫ് സ്പെസിഫൈഡ് ഫണ്ട്, അതായത് ടൂർണമെൻറ്റ് ഫണ്ട്, പ്രൈസ് ഫണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, സ്പെസിഫിക് ഡൊണേഷൻ. ഇങ്ങനെ പറയുന്ന ക്യാപിറ്റൽ നേച്ചർ ആയിട്ടുള്ളതാണെങ്കിലും റവന്യൂ നേച്ചർ ആയിട്ടുള്ളതാണെങ്കിലും എല്ലാ റെസിപ്റ്റ്സും നമ്മൾ എന്താണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. അത് പ്രീവിയസ് ഇയർ ആയാലും കറണ്ട് ഇയർ ആയാലും നെക്സ്റ്റ് ഇയർ ആയാലും. റെസിപ്റ്റ്സ് എല്ലാം ഡെബിറ്റ് സൈഡിൽ കാണിച്ചത് കൊണ്ട് തന്നെ പേയ്മെൻറ്റ്സ് നമ്മൾ എവിടെയായിരിക്കും കാണിക്കുന്നത്, ക്രെഡിറ്റ് സൈഡിലായിരിക്കും. അതായത് ഇവിടെയും റവന്യൂ പേയ്മെൻ്റ് എന്നും ക്യാപിറ്റൽ പേയ്മെൻ്റ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്താണ് കാണിച്ചിരിക്കുന്നത്. ഫോർമാറ്റ് പഠിക്കുമ്പോൾ നിങ്ങളിങ്ങനെ തന്നെ പഠിക്കുക. പ്രോബ്ലം ചെയ്യുമ്പം ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻ ഒന്നും വരത്തില്ല. നമ്മളെല്ലാം ഒരുമിച്ചാണ് എഴുതുന്നത്. വേജസ്, സാലറി, ഹോണറേറിയം, ഇൻഷുറൻസ്, റെൻറ്റ്, പോസ്റ്റേജ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, കൺവീനിയൻസ്, ടൂർണമെൻറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ലോണ്, ഇലക്ട്രിസിറ്റി ചാർജ്, ടാക്സസ്, റിപ്പയേഴ്സ്, ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ക്യാപിറ്റൽ പേയ്മെൻറ്റ് വരുവാണെങ്കിൽ ബിൽഡിങ്, ഫർണിച്ചർ, ഓഫീസ് എക്യുപ്മെൻറ്റ്സ്, ബുക്സ്, സ്പോർട്സ് ഐറ്റംസ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ലോൺ അഡ്വാൻസ്ഡ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഇത്രയും കാര്യങ്ങളാണ് പേയ്മെൻറ്റ് സൈഡിൽ വരുന്നത്. ഇനി ഡെബിറ്റ് സൈഡും നമുക്ക് അക്കൗണ്ട് ആകുമ്പോൾ അറിയാം, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും എന്ത് ചെയ്യണം, ഈക്വൽ ആവണം. ഇൻ കേസ് നമ്മൾ പ്രോബ്ലം ചെയ്തു വരുമ്പോൾ ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവുമാണെങ്കിൽ, ദാറ്റ് മീൻസ് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ, അതായത് ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവുമാണെങ്കിൽ, അതായത് ഡെബിറ്റ് ബാലൻസ് എന്നാണ് അതിന് പറയുന്നത്. ഡെബിറ്റ് കൂടുതലും ക്രെഡിറ്റ് കുറവുമാണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ ബാലൻസിങ് ഫിഗറായിട്ട് കാണിക്കേണ്ടതാണ് ബാലൻസ് സി ഡി, അതായത് ക്ലോസിംഗ് ആയിട്ട് ക്യാഷും ബാങ്കും കാണിക്കുക. ബാലൻസ് സി ഡി എന്ന് പറഞ്ഞാൽ ക്യാഷും ബാങ്കും. ഇനി അതർവൈസ് ക്രെഡിറ്റ് സൈഡിൽ കൂടുതലും ഡെബിറ്റ് സൈഡിൽ കുറവുമാണെങ്കിൽ, അതായത് ക്രെഡിറ്റ് സൈഡിൽ കൂടുതലാണ് ടോട്ടൽ ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിൽ കുറവാണ്, ദാറ്റ് മീൻസ് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ഇവിടെ ബാങ്ക് ഓഡി എന്ന് പറഞ്ഞ് കാണിക്കുക. സോ ഇത്രയുമാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റ് വരുന്നത്. ഹെഡിങ് കൊടുക്കുക, റെസിപ്റ്റ് എന്നും പേയ്മെൻ്റ് എന്നും പറഞ്ഞ് രണ്ട് പർട്ടിക്കുലേഴ്സ് കോളം. റിസീവ് ചെയ്ത കാര്യങ്ങൾ, അത് ക്യാപിറ്റൽ നേച്ചർ ആണെങ്കിലും റവന്യൂ നേച്ചർ ആണെങ്കിലും റിസീവ് ചെയ്ത കാര്യങ്ങളെല്ലാം ഡെബിറ്റ് സൈഡിലും പേ ചെയ്ത കാര്യങ്ങളെല്ലാം ഡെബിറ്റ് സൈഡിലും കാണിക്കുക. ക്യാഷ്, ബാങ്ക് ബാലൻസും ഓപ്പണിംഗ് ആയിട്ടുള്ള ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസും വെച്ച് റെസിപ്റ്റ് സൈഡ് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം അത് എഴുതണം. ദെൻ ക്രെഡിറ്റ് സൈഡ് കുറവും ഡെബിറ്റ് സൈഡ് കൂടുതലും, അതായത് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത് ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് ആയിരിക്കും. അത് ക്ലോസിങ്ങിലെ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറഞ്ഞ് കാണിക്കണം. ഇനി ക്രെഡിറ്റ് കൂടുതലും ഡെബിറ്റ് കുറവുമാണെങ്കിൽ ഇവിടെ എഴുതിയിട്ടില്ല, ബട്ട് നമ്മൾ തിയറി പഠിച്ചതാണ്, ഫീച്ചർ പഠിച്ചപ്പം എന്താണ് ബാങ്ക് ഓടി ആയിരിക്കും. ഇവിടെയാണ് ബാലൻസിങ് ഫിഗർ വരുന്നതെങ്കിൽ, ഇവിടെയാണെങ്കിൽ എന്താണ് ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് ആയിരിക്കും. ഫൈനലി ടോട്ടൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ നോട്ട്ബുക്ക് എടുത്ത് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഹെഡിങ് കൊടുക്കുക, എന്താണ് അക്കൗണ്ടിങ് ഫോർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് കൊടുക്കുക. ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് ഹെഡിങ് കൊടുക്കുക. ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ്, അതായത്
ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കൺസിസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. സോ അതിനു മുമ്പ് നിങ്ങൾ ഹെഡിങ് കൊടുത്തിട്ട് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്താണെന്നും അതിൻ്റെ ഒരു ഡെഫിനിഷനും ഈ 2 കാര്യങ്ങൾ എഴുതണം. നോട്ട്ബുക്ക് എടുക്കുക. നോട്ട്ബുക്കിലേക്ക് ആദ്യം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞ മീനിങ് എഴുതുക, ഡെഫിനിഷൻ എഴുതുക. അതിനുശേഷം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് കൊടുക്കുക. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് എന്ന് പറഞ്ഞ് 1 എന്ന നമ്പർ ഇട്ട് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് എഴുതണം. 2nd നമ്പർ ഇട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് എഴുതണം. 3rd ബാലൻസ് ഷീറ്റ് എന്ന് എഴുതണം. അതിനുശേഷം ഇങ്ങനെ 3 നമ്പർ ഇട്ട് എഴുതുക. അതിനുശേഷം നമ്മൾ ആദ്യത്തെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എടുത്ത് പഠിക്കാൻ പോവാണ്. മെയിൻ ഹെഡിങ് ആയിട്ട് എന്ത് എഴുതണം? റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് ഒരു ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഫോർമാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഈ ഒരു ഫോർമാറ്റ് എന്ത് ചെയ്യണം? നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതണം. അപ്പോൾ പറഞ്ഞ കാര്യം ക്ലിയർ ആയെന്ന് കരുതുന്നു. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നുള്ള ഹെഡിങ് കൊടുക്കുക. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ മീനിങ് എഴുതണം, ഡെഫിനിഷൻ എഴുതണം. ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ 3 പോയിന്റ് ഇട്ട് എഴുതുക. 1, 2, 3 എന്ന് പറഞ്ഞ് എഴുതുക. ദെൻ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഹെഡിങ് കൊടുക്കുക. അതായത് ആദ്യത്തെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നമ്മളെടുത്ത് പഠിക്കാൻ പോവാണ്. എന്നിട്ട് അതിൻ്റെ ഫോർമാറ്റ് എഴുതുക, കംപ്ലീറ്റ് ആയിട്ട് എഴുതുക. കാരണം നിങ്ങൾക്ക് ലോഗ് എസ് ആയിട്ട് ഫോർമാറ്റൊക്കെ എഴുതാൻ ചോദിക്കാം. എഴുതിയാൽ മാത്രം പോരാ, എന്താണ് ആ ഒരു ഫോർമാറ്റ്, കറക്റ്റായിട്ട് ഫോർമാറ്റ് അല്ലെങ്കിൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എഴുതാൻ പറഞ്ഞ് ചോദിച്ചാൽ എഴുതാൻ അറിഞ്ഞിരിക്കണം. സോ ഈ ഒരു ഫോർമാറ്റിൽ ഞാൻ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറയുന്നത്. സ്റ്റെപ്സ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, അതായത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട സ്റ്റെപ്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഈ ഫോർമാറ്റ് എഴുതിയതിന് ശേഷം ഈ 5 സ്റ്റെപ്പും കൂടി എന്ത് ചെയ്യണം? നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് അതിൻ്റെ താഴേക്ക് എഴുതണം. നോക്കിക്കേ, ടേക്ക് ദ ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ആൻഡ് എൻറ്റർ ഓൺ ദ ഡെബിറ്റ് സൈഡ്. ഇഫ് ദ ബാങ്ക് ബാലൻസ് ഈസ് ഓവർ ഡ്രാഫ്റ്റ് ദെൻ എൻറ്റർ ഓൺ ദ ക്രെഡിറ്റ് സൈഡ്. അതായത് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ അക്കൗണ്ട് വരച്ചു. അക്കൗണ്ട് വരച്ച് കഴിയുമ്പം നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് ഓപ്പണിംഗ് ഫിഗർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ, അതായത് 1/4/2014 ആവാം, 15 ആവാം, ഏത് ഇയർ ആയിക്കോട്ടെ, 1 ഏപ്രിലെ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് ആണ്, ഓപ്പണിംഗ് ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഡെബിറ്റ് സൈഡിൽ എഴുതണം. നമ്മൾ പറഞ്ഞതല്ലേ ബാങ്ക് ബാലൻസ് ബി ഡി എന്ന് പറഞ്ഞ് ക്യാഷും ബാങ്കും ഇവിടെ ഡെബിറ്റ് സൈഡിൽ എഴുതണം. ഇനി അതർവൈസ് ക്വസ്റ്റ്യനിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ് ഓപ്പണിംഗ് ആയിട്ട് തന്നിരിക്കുന്നതെങ്കിൽ അതെവിടെ എഴുതണം? ക്രെഡിറ്റ് സൈഡിൽ ഓപ്പണിംഗ് എഴുതണം. ഇനി അടുത്തത് എൻറ്റർ ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓൾ ദ റെസീപ്റ്റ്സ്, അതായത് റെസീപ്റ്റ് സൈഡിലെ എല്ലാ റെസീപ്റ്റ്സും എഴുതണം. അത് ക്യാപിറ്റൽ ആയാലും റവന്യൂ നേച്ചർ ആയാലും റെസീപ്റ്റ്സ് എല്ലാം ഡെബിറ്റ് സൈഡിൽ എഴുതുക. പേയ്മെൻറ്റ്സ് എല്ലാം എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിൽ. റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കിട്ടുന്ന കാര്യങ്ങൾ. പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. അത് പ്രസൻറ്റ് ഇയറിൽ, അത് ഈ വർഷത്തെ ആവാം, കഴിഞ്ഞ വർഷത്തെ ആവാം, ഇനി വരാനിരിക്കുന്ന നെക്സ്റ്റ് ഇയറിലെ ആവാം. ദെൻ അതാണ് സെക്കൻഡ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഡെബിറ്റ് സൈഡിൽ റെസിപ്റ്റ് എഴുതുക. ദെൻ പറഞ്ഞിരിക്കുന്നത് പേയ്മെൻറ്റ്സ് എല്ലാം ക്രെഡിറ്റ് സൈഡിൽ എഴുതുക, റെസിപ്റ്റ്സ് എല്ലാം ഡെബിറ്റ് സൈഡിൽ എഴുതുക. ദെൻ റിസീവബിൾ ഇൻകം ആൻഡ് പേയബിൾ എക്സ്പെൻസ് should not be considered as there is no inflow or outflow of cash. അതായത് ക്യാഷിൻ്റെ ഇൻഫ്ലോയോ ഔട്ട്ഫ്ലോയോ ഇല്ലെങ്കിൽ ഇൻകമും അല്ലെങ്കിൽ റെസീപ്റ്റ്സും പേയ്മെൻറ്റും കൺസിഡർ ചെയ്യരുത്. ദെൻ ഇനി ബാലൻസിങ് ഫിഗറിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ബാലൻസ് ഓഫ് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇഫ് ദ ഡെബിറ്റ് സൈഡ് ഈസ് ഹെവിയർ ദാൻ ക്രെഡിറ്റ് സൈഡ്, അതായത് ക്രെഡിറ്റ് സൈഡിനേക്കാൾ കൂടുതലാണ് ഡെബിറ്റ് സൈഡെങ്കിൽ എന്താണ്? ഡെബിറ്റ് സൈഡിൽ കൂടുതലും ക്രെഡിറ്റ് സൈഡിൽ കുറവുമാണെങ്കിൽ ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത് ക്ലോസിംഗ് ക്യാഷ് അല്ലെങ്കിൽ ക്ലോസിംഗ് ബാങ്ക് ബാലൻസ് ആയിരിക്കും. ഇനി അതർവൈസ് ഇഫ് ക്രെഡിറ്റ് സൈഡ് ഈസ് ഹെവിയർ ദാൻ ഡെബിറ്റ് സൈഡ്, അപ്പോൾ ഡെബിറ്റ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവുമാണ്. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവുമാണ്. അപ്പോൾ എന്താണ്? ഡെബിറ്റ് സൈഡിലാണ് ബാലൻസിങ് ഫിഗർ വരുന്നത്. അപ്പോൾ എന്തായിരിക്കും? ബാങ്ക് ഓടി ആയിരിക്കും. സോ ഇത്രയും ഓർത്താൽ മതി. ഇവിടെ ക്യാഷാണ് ഓപ്പണിംഗ് എഴുതുന്നത്, ക്ലോസിംഗ് ക്യാഷ് ഇവിടെ ബാലൻസിങ് ഫിഗർ ഇവിടെയാണ് വരുന്നതെങ്കിൽ, അതായത് ഡെബിറ്റിൽ കൂടുതലും ക്രെഡിറ്റിൽ കുറവുമാണെങ്കിൽ ക്യാഷ് ക്ലോസിംഗ് ക്യാഷ് എന്ന് എഴുതുക. ഓക്കെ, ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവുമാണെങ്കിൽ ബാങ്ക് ഓടി എന്ന് കാണിക്കുക.
സോ ക്ലിയർ ആണെന്ന് കരുതുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് ഉൾപ്പെടെ നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട്ബുക്കിലേക്ക് എഴുതണം. താങ്ക്